മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ആ ദർശനം എന്താ, വിഷൻ എന്തെന്ന് നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. അപ്പോ ദൈവത്തിന്റെ ഹൃദയത്തിലെ ആലോചനകളാണ് ദൈവത്തിന്റെ ആ വിഷയത്തെ സംബന്ധിച്ചുള്ള പർപ്പസ്. ആ ഹൃദയത്തിലുള്ള ആലോചന, ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണ് അതരം സംസാരിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ ഹൃദയം നിറഞ്ഞ് കവിഞ്ഞത് ദൈവം സംസാരിച്ചു. ആ സംസാരിച്ചതാണ് ഇന്ന് നമ്മുടെ കൈകളിൽ ഇരിക്കുന്ന ദൈവവചനം. ഈ വേടിൽ നിന്ന് നമുക്ക് വിഷൻ കിട്ടും, ദർശനം കിട്ടും. ഈ വേടിൽ നിന്ന് ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ എന്തെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അങ്ങനെ നമുക്ക് ദർശനം കിട്ടും. ദർശനം കിട്ടിയ ദൈവവചനം ഗ്യാരണ്ടി തരികയാണ്. ദർശനം കിട്ടി അതനുസരിച്ച് നാം പ്രവർത്തിച്ചാൽ ഏത് കാര്യവും വളരെ മനോഹരമായി. ദർശനമില്ലാതെ നാം പ്രവർത്തിക്കുമ്പോൾ ആ വിഷയങ്ങൾ തകരാറിലായി പോകും. ഹല്ലേലൂയ. പ്രിയരെ, കുടുംബജീവിതത്തിന്റെ ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്താ, അത് നാം മനസ്സിലാക്കണം. അതനുസരിച്ച് കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്യണം. കുടുംബജീവിതത്തിൽ ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ പലരും ചിന്തിക്കുന്നത് പോലെ സെക്സ് അല്ല. ഹല്ലേലൂയ. പരസ്പരം ബന്ധപ്പെടുന്നതല്ല കുടുംബജീവിതത്തിലെ കർത്താവിന്റെ ആഗ്രഹം. അതിൽ ബന്ധപ്പെടുന്ന അതിന്റെ ഉള്ളിലുണ്ട്. പക്ഷെ ദൈവത്തിന്റെ ആഗ്രഹം മറ്റൊന്നാണ്. ദൈവത്തിന്റെ ആഗ്രഹം എന്ന് നാം മനസ്സിലാക്കുക. ആഗ്രഹം മനസ്സിലാക്കി അതനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുമെങ്കിൽ നമ്മുടെ ജീവിതം മനോഹരമായി തീരും. പ്രിയരെ, കർത്താവായ യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ കടന്നു വന്നു നമുക്ക് എല്ലാവർക്കും അറിയാം. യേശുക്രിസ്തു കടന്നു വന്നപ്പോൾ പരീശന്മാർ ഈ വിഷയവുമായി കർത്താവ് യേശുവിന്റെ അടുക്കൽ വന്നു. ഹല്ലേലൂയ. അന്നത്തെ ദൈവദാസന്മാർ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അവരെ സംബന്ധിച്ച് സ്ത്രീകളുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിവാഹ ബന്ധം എന്ന് പറയുന്നത് കൂടുതലും ഒരു സെക്സുമായി ബന്ധപ്പെട്ട് കാണുന്നവരാ. ഒരു ഭാര്യയെ അല്പനാൾ ഉപയോഗിച്ചു, വേണ്ട എങ്കിൽ മാറ്റി ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് എനിക്ക് നിന്നെ വേണ്ട, ഞാൻ നിന്നെ ഡൈവോഴ്സ് ചെയ്യുന്നു പറഞ്ഞിട്ട് മാറ്റി അടുത്ത ആളെ എടുക്കാം. ഇങ്ങനെ ഒരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അവര്. ഇത് സ്ഥിരമായി അങ്ങ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഇടയിലാണ് ഇവര് യേശുവിനെ ഒന്ന് കുടുക്കിലാക്കാൻ വേണ്ടി യേശുവിന്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണപ്രകാരം സ്ത്രീയെ, അതായത് ഒരു ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ? തുടർന്ന് കർത്താവിന്റെ ഉത്തരം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ, ഒന്ന് നിന്ന് ചിന്തിച്ചാൽ, ആത്മാവിൽ ഒന്ന് നിന്ന് ചിന്തിച്ചാൽ നമുക്ക് കർത്താവ് എങ്ങോട്ടാണ് വിരൽ ചൂണ്ടുന്നതെന്ന് കാണുവാൻ കഴിയും. കർത്താവ് പറയുന്നത് ഇവിടെ നിന്ന് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശരിയാക്കാനല്ല പറയുന്നത്. കർത്താവ് അവിടെ നിന്ന് പറയുകയാണ്, ആദിയിൽ കർത്താവ് അവരോട് പറയുകയാണ്, നിങ്ങൾ ഇവിടെ നിന്ന്, അവർ പറയാണ് ഞങ്ങൾക്ക് മോശ പറഞ്ഞിട്ടുണ്ട് ഉപേക്ഷണപത്രം കൊടുത്തത് മാറുവാൻ. കർത്താവ് മോശയിലെ അവിടെ എല്ലാം നിർത്തിയത്. കർത്താവ് പറയുന്നു, മോശയിലല്ല നിൽക്കേണ്ടത്, ആദിയിൽ. കാരണം ഞാൻ നിങ്ങളെ സൃഷ്ടിക്കുകയും നിങ്ങൾക്ക് ഒരു വിവാഹ ബന്ധം ഞാൻ അറേഞ്ച് ചെയ്ത് തന്നപ്പോ എന്റെ ഹൃദയത്തിൽ ചില ചിന്തകളുണ്ട്. നിങ്ങൾ മോശയിൽ നിൽക്കണ്ട, ആദിയിലേക്ക് പോവുക. മനസ്സിലായോ? പർപ്പസിലേക്ക് പോവുക. പർപ്പസിലേക്ക് പോയാൽ നിങ്ങളുടെ ബന്ധങ്ങളെല്ലാം മനോഹരമാകും. ഹല്ലേലൂയ. അപ്പോൾ പ്രിയരെ, ഏത് വിഷയത്തിന്റെയും പർപ്പസ് കിടക്കുന്നത് ദൈവത്തിന്റെ ഹൃദയത്തിലാണ്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം നന്നായി പഠിച്ചാൽ പർപ്പസുകളെല്ലാം ഉൽപ്പത്തി പുസ്തകത്തിലുണ്ട്. ഹല്ലേലൂയ. എല്ലാ പർപ്പസുകളും ഉദ്ദേശങ്ങളും ഉൽപ്പത്തി പുസ്തകത്തിലാണ്. എന്നാൽ ഈ പർപ്പസിന്റെയൊക്കെ നിറവേറലുകൾ കിടക്കുന്ന വെളിപ്പാട് പുസ്തകത്തിലാണ്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ ആദ്യ പുസ്തകം, അതായത് ഉൽപ്പത്തി പുസ്തകത്തെ പറയുന്ന സീഡ് പ്ലോട്ട് എന്നാണ്. സീഡ് പ്ലോട്ട്, എല്ലാത്തിന്റെയും സീഡ് നമുക്ക് അവിടെ ചെന്നാൽ കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. മനുഷ്യന്റെ സീഡ് നമുക്ക് കാണുവാൻ കഴിയും. സ്ത്രീയെ ആദ്യമായിട്ട് നമുക്കവിടെ കാണുവാൻ കഴിയും, ഇല്ലേ? മൃഗങ്ങളെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും, ഇല്ലേ? വൃക്ഷങ്ങളെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. എന്തിനെ നോക്കിയാൽ ആദ്യ വിവാഹം നമുക്ക് അവിടെ കാണുവാൻ കഴിയും, ആദ്യ ഉടുപ്പ് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. എല്ലാത്തിന്റെയും തുടക്കം അവിടെ നിന്നാണ്. ഹല്ലേലൂയ. തുടർന്ന് നമ്മൾ മുന്നോട്ടേക്ക് കടന്നു വരികയാണ്. അപ്പൊ എവിടെയെങ്കിലും സംശയം ഉണ്ട് എങ്കിൽ നമ്മൾ ഇടയ്ക്ക് വെച്ചല്ല ചെക്ക് ചെയ്യേണ്ടത്. ഇടയ്ക്ക് വെച്ചല്ല, ഏതെങ്കിലും കാര്യങ്ങൾ ഫംഗ്ഷൻ ചെയ്യുന്നില്ല എങ്കിൽ ഇടയ്ക്ക് വെച്ചല്ല ചെക്ക് ചെയ്യേണ്ടത്. അൺഓതറൈസ്ഡ് സർവീസ് സെന്ററിലല്ല പോകേണ്ടത്, ഓതറൈസ്ഡ് സർവീസ് സെന്ററിലേക്ക് പോകുക. ഹല്ലേലൂയ.
കാരണം മാനുഫാക്ചർ ചെയ്ത ആളുകളുടെ അടുക്കലേക്കാണ് നമ്മൾ എന്തെങ്കിലും ടിവിയോ അല്ലെങ്കിൽ VCR എന്തെങ്കിലുമൊക്കെ കംപ്ലൈന്റ് ആയാൽ നമ്മൾ നോർമലി ഈ ലോക്കൽ ആളുകളുടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇല്ലാത്ത കംപ്ലൈന്റും കൂടി അതിലുണ്ടാക്കി എന്നിട്ട് പറയും സ്പെയർ പാർട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് അവസാനം മടക്കി തരും ഇല്ലേ? പക്ഷെ ഏറ്റവും നല്ല മാർഗം ഏതാണെന്നറിയാമോ? എനിക്ക് അങ്ങനെ ഒന്ന് സംഭവിച്ചോ. നാട്ടിലേക്ക് ഒരു പ്രൊജക്ടർ ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി. ഞാൻ ഇവിടുന്ന് പ്രൊജക്ടർ കേടായി അവിടെ കൊടുത്തു. പല പല കമ്പനികളിൽ എന്റെ ഡാഡി മാറി കൊണ്ട് കൊടുത്തു. അവരെല്ലാം അവസാനം അത് കിട്ടുന്നില്ല, ഇത് കിട്ടുന്നില്ല, പല പല പ്രശ്നം പറഞ്ഞ് അവസാനം വീട്ടിൽ തിരിച്ചെത്തി. പിന്നെ അവസാനം ഞാൻ അവിടുന്ന് കൊച്ചിയിൽ നിന്ന് ഇത് ദുബായിൽ കൊണ്ടുവരികയും ദുബായിലെ മേടിച്ച കമ്പനി സാധനം തിരിച്ചു കൊടുത്തു. ഒരു അക്ഷരം പോലും പറഞ്ഞില്ല, അതില്ല ഇതില്ല ഒന്നും പറഞ്ഞില്ല. ഓതറൈസ്ഡ് കമ്പനി കൊടുത്തപ്പോ ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ അവരത് റെഡിയാക്കി തരുവാൻ ഹല്ലേലൂയ. അപ്പൊ നമ്മളുടെ പ്രശ്നങ്ങളുമായിട്ട് അൺഓതറൈസ്ഡ് സ്ഥലങ്ങളിലേക്ക് അല്ല പോകേണ്ടത്, ഓതറൈസ്ഡ് സ്ഥലത്തേക്ക് നമ്മൾ കടന്നു പോവുക. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ ഈ കാണുമ്പോൾ ഈ സർവീസ് സെന്ററിലൊക്കെ എഴുതിയിട്ട് കാണാം, അടിയില് അതിന്റെ പേരെഴുതിയിട്ട് പറയും ഓതറൈസ്ഡ് സർവീസ് സെന്റർ. അങ്ങനെ ഒരു ഓതറൈസ്ഡ് മനുഷ്യനെ ഉണ്ടാക്കിയ ദൈവം ഹല്ലേലൂയ ഇന്നും ജീവനോടെ ഇരിക്കുകയാണ്. എന്തെങ്കിലും മനുഷ്യൻ എന്ന എക്യുപ്മെന്റിൽ ഒരു എക്യുപ്മെന്റ് ആയിട്ട് നിങ്ങൾ സങ്കല്പിച്ചാൽ ഈ മനുഷ്യൻ എന്നുള്ള ആ വ്യക്തിത്വത്തിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ നമ്മൾ നേരെ പോകേണ്ടത് ഓതറൈസ്ഡ് സർവീസ് സെന്ററിലേക്കാണ്. ഹല്ലേലൂയ. അതുപോലെ കുടുംബജീവിതം ഇൻവെന്റ് ചെയ്തതും ഇതേ ദൈവമാണ്. ഈ കുടുംബജീവിതത്തിൽ എന്തെങ്കിലും പാളിച്ചകൾ ഉണ്ടെങ്കിൽ ചെല്ലേണ്ടതും ഇതേ ദൈവത്തിന്റെ അടുക്കലാണ്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, ആ ദൈവം ആ വിഷയങ്ങളുടെ മേൽ പരിഹാരം കൽപ്പിക്കുവാനിടയാകും. ഇവിടെ കർത്താവ് യേശുവിന്റെ അടുക്കൽ പരീശന്മാർ വന്നപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത് നമുക്ക് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 3 മുതലുള്ള വാക്യം. പരീശന്മാർ അവന്റെ അടുക്കൽ വന്ന് ഏത് കാരണം ചൊല്ലി ഭാര്യയെ ഉപേക്ഷിക്കുന്ന വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ചു ചോദിച്ചു. ശ്രദ്ധിക്കുക, ഇവിടെ ഈ വാക്കുകൾ കാണുകയാണ്. പരീശന്മാർ അടുക്കൽ വന്ന് ഏത് കാര്യം ചൊല്ലി ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചു. ഇത് യേശുവിനെ ഒന്ന് പരീക്ഷിക്കുവാനാണ് ഇവർ കടന്നു വന്നത്. കാരണം യേശുവിനെ വാക്കിൽ പിടിക്കുവാനായിട്ട് ഇവർ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ യേശു അവരോട് പറയുന്ന ഉത്തരം നമുക്ക് ശ്രദ്ധിക്കാം. അതിന് യേശു ക്രിസ്തു സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ശ്രദ്ധിക്കുക, ഈ ചോദ്യം ചോദിച്ചപ്പോ കർത്താവ് നേരെ പോയത് ആദിയിലേക്കാണ്. നന്മകൾ ചെയ്തവൻ എന്നെ സ്നേഹിച്ചവൻ ഹല്ലേലൂയ. എണ്ണിയാൽ തീരാത്ത നന്മകൾ ചെയ്തവൻ എന്നെ സ്നേഹിച്ചവൻ ഹല്ലേലൂയ. എത്ര നല്ലവൻ യേശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. എത്ര നല്ലവൻ യേശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. ശ്രദ്ധിക്കുക പ്രിയരെ, ഈ ചോദ്യം ചോദിച്ചപ്പോൾ കർത്താവ് നേരെ പോയത് ആദിയിലേക്കാണ്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോഴുള്ള എന്തെങ്കിലും റീസൺ പറയാൻ നിന്നില്ല. ആദിയിൽ എങ്ങനെയാ സൃഷ്ടിച്ചത്. ആമേൻ, ഹല്ലേലൂയ. തുടർന്ന് ഇനി വീണ്ടും കർത്താവ് ആദിയിലേക്ക് പോകുന്നത് കാണാം. താഴേക്ക് വായിച്ചാട്ടെ. അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ. വീണ്ടും താഴേക്ക്. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. പറഞ്ഞ ദൈവം യോജിപ്പിച്ചു. ആമേൻ. ഇനി ദൈവം എന്തുകൊണ്ട് യോജിപ്പിച്ചെന്നുള്ളൊരു ചോദ്യം ഉണ്ടാകത്ത്. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ പലതും യോജിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് എന്താ?
പശ അല്ലേ, പശ, ഗ്ലൂ. അപ്പോൾ ദൈവം ഇവിടെ യോജിപ്പിച്ചു. എന്ത് ഗ്ലൂ കൊണ്ടാണ് ദൈവം യോജിപ്പിച്ചത്? ഈ ചിന്ത നിങ്ങളുടെ അകത്തിരിക്കട്ടെ. നമുക്ക് താഴേക്ക് വായിക്കാം. അപ്പൊ ഉപേക്ഷണ പത്രം കൊടുത്തിട്ട് ഇവരുടെ വിഷയം എന്ന് പറഞ്ഞാൽ മോശ പറഞ്ഞതും ക്രിസ്തു പറഞ്ഞതും രണ്ടാക്കണം. എന്നിട്ട് ക്രിസ്തുവിനെ കുരുക്കണം. അപ്പൊ മോശ പറഞ്ഞിട്ടുണ്ടല്ലോ, ഉപേക്ഷണ പത്രം കൊടുത്തിട്ട് ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്ത് ഞാൻ നിന്നെ ഡൈവേഴ്സ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സർട്ടിഫിക്കറ്റ് എഴുതി അങ്ങ് ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു എന്ന് മോശ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോ കർത്താവ് പറയാം, മോശ പറഞ്ഞതല്ല, മോശയെ കൊണ്ട് നിങ്ങൾ പറയിപ്പിച്ചതാ. മോശ പറഞ്ഞതല്ല, മോശയെ കൊണ്ട് നിങ്ങൾ പറയിപ്പിച്ചതാ. ജനാധിപത്യത്തിൽ അങ്ങനെയാണല്ലോ. ഈ ജനങ്ങളുടെ ഇഷ്ടത്തിന് നീങ്ങിയല്ലേ പറ്റൂ. അഹ്റോൻ കാളക്കുട്ടി ഉണ്ടാക്കി കൊടുത്തതുപോലെ ഞങ്ങൾക്ക് ആരാധിക്കുവാൻ ഒരു ദൈവത്തെ വേണം, ഉണ്ടാക്കിത്താ എന്ന് പറയുമ്പോൾ നിർബന്ധത്താൽ ചെയ്യുന്നതാ. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയുള്ള ഒരു ദൈവദാസനെ അല്ല. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, ജനത്തിന്റെ ഇഷ്ടപ്രകാരം മൂവ് ചെയ്യാൻ പാടില്ല, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം വേണം മൂവ് ചെയ്യുവാൻ. ഇവിടെ കർത്താവ് തിരുത്തുകയാ. എങ്ങനെയാണ്? വായിച്ചാട്ടെ. നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തമത്രേ ഭാര്യമാരെ ഉപേക്ഷിക്കുവാൻ മോശ അനുവദിച്ചത്. ആമേൻ, ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തമത്രേ അത് മോശ അനുവദിച്ചത്. ഇനി കർത്താവ് ഇതിന്റെ റിയാലിറ്റിയിലേക്ക് പോവുകയാ. താഴേക്ക്. എന്നാൽ ആദിയിൽ അപ്പൊ കർത്താവ് വീണ്ടും വിവാഹത്തിന്റെ വിഷയവും കാര്യങ്ങളും വന്നപ്പോ ആദിയിലേക്ക് കണക്ട് ചെയ്യുക. എന്നാൽ ആദിയിൽ അങ്ങനെ അല്ല. മനസ്സിലായോ? അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് തെറ്റിപ്പോയി. ആദിയിൽ, ഇൻ ദ ബിഗിനിങ് ഇറ്റ് വാസ് നോട്ട് ലൈക്ക് ദാറ്റ്. അതിന്റെ അർത്ഥം ഇടയ്ക്ക് വെച്ച് തെറ്റിപ്പോയി. ഹല്ലേലൂയ. അപ്പൊ ഒരു കാര്യം കർത്താവ് തരുന്നുണ്ട്, കർത്താവ് നമുക്ക് മാതൃക കാണിച്ചു തരുന്നുണ്ട്. എവിടെയെങ്കിലും തെറ്റിയാൽ എങ്ങോട്ടൊക്കെ നോക്കണ്ടേ? ആദിയിലേക്ക് നോക്കണം. ആമേൻ, ഹല്ലേലൂയ. എവിടെയെങ്കിലും തെറ്റിയാൽ നോക്കേണ്ടത് ആദിയിലേക്കാണ്. ഈ വചനം പഠിക്കുമ്പോൾ ബൈബിൾ പഠിക്കുമ്പോൾ ബൈബിളിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് പഠിച്ചാൽ വളരെ അനുഗ്രഹമായിരിക്കും. കർത്താവ് എൻ്റെ ഹൃദയത്തിൽ തന്നതാ. 3 പീരീഡായിട്ട് തിരിക്കണം. 3 പീരീഡുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾഡ് ടെസ്റ്റ്മെന്റ് ന്യൂ ടെസ്റ്റ്മെന്റ് ആയിട്ട് തിരിച്ചിട്ടുള്ളൂ അല്ലേ? എന്നാൽ തിരുവചനത്തിലേക്ക് നോക്കുമ്പോൾ 3 ഭാഗങ്ങളുണ്ട് അവിടെ. ഒന്ന് ഏദൻ ജീവിതം, അതാണ് ഇൻ ദ ബിഗിനിങ്, ആദിയിലുള്ള ജീവിതം. തുടർന്നുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ വീണുപോയതിനു ശേഷമുള്ള ജീവിതം, 2ാമത്തെ പാർട്ട്. അതിലാണ് ഈ ന്യായപ്രമാണവും കാര്യങ്ങളെല്ലാം വരുന്നത്, 2ാമത്തെ പാർട്ട്. പിന്നെ ഈ വീണുപോയ ജീവിതം കഴിഞ്ഞതിന് ശേഷം വീണ്ടെടുക്കപ്പെട്ട ഒരു ജീവിതം, അതാണ് ബോൺ അഗൈൻ ലൈഫ്, ന്യൂ ടെസ്റ്റ്മെന്റ്, 3ാമത്തെ പീരീഡ്. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ കർത്താവ് പുതിയ നിയമത്തിൽ നമ്മൾ ഇന്ന് ജീവിക്കുമ്പോൾ ഏതെങ്കിലും കാര്യങ്ങൾ ഫങ്ഷൻ ചെയ്യുന്നില്ല. ഏതെങ്കിലും കാര്യങ്ങൾ ഫങ്ഷൻ ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ നോക്കേണ്ടത് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്കല്ല, നമ്മളുടെ സാഹചര്യത്തിലേക്കല്ല, പഴയ നിയമത്തിലേക്കല്ല. മനസ്സിലായോ? അതായത് വീണുപോയ കാലത്തിന് ശേഷമുള്ള സമയത്തേക്കല്ല നോക്കേണ്ടത്, പകരം ഇൻ ദ ബിഗിനിങ്, 1ാമത്തെ പീരീഡ് ഏതൻ ലൈഫിലേക്ക് നമ്മൾ നോക്കണം. മനസ്സിലാവുന്നുണ്ടോ? എവിടെയെങ്കിലും കുറവ് വന്നു കഴിഞ്ഞാൽ വീണുപോയ സ്ഥലത്തേക്കല്ല നോക്കേണ്ടത്, പകരം ആദിയിലേക്ക് നോക്കണം. കർത്താവ് എങ്ങോട്ടാ ഇപ്പൊ നോക്കുന്നേ? പഴയ നിയമകാലത്തിനും പുതിയ നിയമകാലത്തിനും ഇടയിൽ, എന്നാൽ പഴയ നിയമകാലത്ത് തന്നെ ജീവിക്കുകയാണ് കർത്താവ്. ആ കർത്താവ് നോക്കുന്നത് കാര്യങ്ങളെ എല്ലാം നോക്കുന്നത് ആദിയിലേക്കാണ്, ഏതൻ ലൈഫിലേക്കാണ് നോക്കുന്നത്. കാരണം അത് പെർഫെക്റ്റ് ലൈഫാ കർത്താവ് വെച്ചിരിക്കുന്നതാ. അവിടെ യാതൊരു സുവിശേഷവും വേണ്ട, അവിടെ യാതൊരു രക്ഷയും വേണ്ട. മനുഷ്യൻ വീണുപോയിട്ടില്ല. ദൈവം സൃഷ്ടിച്ച അളവിൽ മനുഷ്യൻ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നേരെ നോക്കേണ്ടത് ആ ഒരു പീരീഡിലേക്കാണ്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് ഈ പഴയ നിയമത്തിന്റെ നിയമങ്ങളും മോശയുടെ നിയമങ്ങളുമായിട്ട് വന്നപ്പോൾ കർത്താവ് ഉടനെ പറഞ്ഞില്ല, മോശയുടെ നിയമത്തിൽ ഇന്ന വാചകത്തിൽ ഇന്ന കാര്യം നോക്കാൻ പറഞ്ഞില്ല. ഈ സന്ദേശത്തിന്റെ ബാക്കി സന്ദേശം വേണമെങ്കിൽ പ്രാർത്ഥനാലയവുമായി ബന്ധപ്പെടുക.